ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർ പൊതുവെ ഒരുപാട് നല്ല കഴിവുള്ളവരാണ്. ലോജിക്കലി അവർ തിങ്ക് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇവരെ പലരും ചതിക്കാൻ നോക്കും. ഇവർ ലോജിക്കലി തിങ്ക് ചെയ്യണം കൊണ്ട് മറ്റുള്ളവരെ ഇവർ ചതിച്ചു എന്ന് മറ്റുള്ളവർ പറയുകയും ചെയ്യും. നിങ്ങൾ സ്വയം ചതയുകയും ചെയ്യും. ഒരു ഇമോഷണൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ജൂലൈയിൽ എന്തായാലും ഉണ്ടാവും. അതിലൊരു ക്ലാഷ് എന്തായാലും ഉണ്ടാവും. അതും കൊണ്ട് പരമാവധി എല്ലാം തുറന്ന് സംസാരിക്കുക. പക്ഷെ അതൊരു പോരാളി മൂഡിൽ സംസാരിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് പെട്ടെന്ന് റിജക്റ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് സ്ലോലി എന്തായാലും ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. പക്ഷെ IT-ലോ ടെക്കിലോ കണ്ടന്റ് ക്രിയേഷനിലുള്ളവർക്കെല്ലാം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ജൂൺ പകുതി ആകുമ്പോൾ നിങ്ങളുടെ പ്രൊമോഷനിലെല്ലാം ഡിലേ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് പേഷ്യൻസ് കാണിക്കുക. ജൂലൈ ആദ്യമാകുമ്പോൾ കുറച്ച് വസ്തുക്കളൊക്കെ നിങ്ങളുടെ കേട് വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേറെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ വാങ്ങാതിരിക്കുക. അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങളുടെ ക്രിയേറ്റീവ് വർക്കിന് നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് മണി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നിങ്ങളുടെ സിബ്ലിങ്സോ ബ്രദേഴ്സോ ആയിട്ട് സംസാരിക്കുന്നത് നല്ലതാണ്. അവർ നല്ല കാര്യങ്ങളെ പറഞ്ഞു തരുള്ളൂ. പക്ഷെ അത് അവർക്ക് കൊടുക്കണ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ പറ്റില്ല എന്ന് തീർത്ത് പറയുക. പാർട്ട്നേഴ്സായിട്ട് ഒരു ഈഗോ ക്ലാഷ് എന്തായാലും ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കാമായിട്ട് കേൾക്കാൻ മാത്രം ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നല്ല കാര്യം ഇപ്പോഴുണ്ടാവുകയുള്ളൂ. ഒരു പഴയ കണക്ഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് റീകണക്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. കണക്ട് ചെയ്യുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഒരു ബോർഡർ വെക്കുന്നത് നല്ലതാണ്. കാരണം അത് റീകണക്റ്റായി ബോർഡർ വെക്കാണ്ടിരുന്നാൽ ഭാവിയിൽ ഇപ്പോൾ ഉള്ള പാർട്ട്ണർ എന്തായാലും പോയി കിട്ടും. അതുകൊണ്ട് പ്രണയത്തിൽ ഒരു വിശ്വാസം നഷ്ടപ്പെടും. അത് ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ മെല്ലെ സാധിക്കുള്ളൂ. നിങ്ങൾ ഹറിബറി കാണിക്കരുത്. നിങ്ങൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസോമാനിയ, അതുപോലെ ഓവർ തിങ്കിങ് എല്ലാം ഉണ്ടാവും. അതുപോലെ ലോവർ ലെഗ് പെയിൻ, അലർജി. ഈ അലർജി വരുന്നത് ഫുഡിൽ നിന്നായിരിക്കും. എസ്പെഷ്യലി മീറ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് വരിക. ജൂലൈ മാസത്തിൽ ചതയ നക്ഷത്രക്കാർ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മൗനമായിട്ട് ഫേസ് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ തുറന്നറിയാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് നല്ല കഴിവുള്ളവരാണ്. ലോജിക്കലി അവർ തിങ്ക് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇവരെ പലരും ചതിക്കാൻ നോക്കും. ഇവർ ലോജിക്കലി തിങ്ക് ചെയ്യണം കൊണ്ട് മറ്റുള്ളവരെ ഇവർ ചതിച്ചു എന്ന് മറ്റുള്ളവർ പറയുകയും ചെയ്യും. നിങ്ങൾ സ്വയം ചതയുകയും ചെയ്യും. ഒരു ഇമോഷണൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ജൂലൈയിൽ എന്തായാലും ഉണ്ടാവും. അതിലൊരു ക്ലാഷ് എന്തായാലും ഉണ്ടാവും. അതും കൊണ്ട് പരമാവധി എല്ലാം തുറന്ന് സംസാരിക്കുക. പക്ഷെ അതൊരു പോരാളി മൂഡിൽ സംസാരിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് പെട്ടെന്ന് റിജക്റ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് സ്ലോലി എന്തായാലും ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. പക്ഷെ IT-ലോ ടെക്കിലോ കണ്ടന്റ് ക്രിയേഷനിലുള്ളവർക്കെല്ലാം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ജൂൺ പകുതി ആകുമ്പോൾ നിങ്ങളുടെ പ്രൊമോഷനിലെല്ലാം ഡിലേ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് പേഷ്യൻസ് കാണിക്കുക. ജൂലൈ ആദ്യമാകുമ്പോൾ കുറച്ച് വസ്തുക്കളൊക്കെ നിങ്ങളുടെ കേട് വരും. അതും കൊണ്ട് പെട്ടെന്ന് തന്നെ വേറെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ വാങ്ങാതിരിക്കുക. അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങളുടെ ക്രിയേറ്റീവ് വർക്കിന് നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് മണി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നിങ്ങളുടെ സിബ്ലിങ്സോ ബ്രദേഴ്സോ ആയിട്ട് സംസാരിക്കുന്നത് നല്ലതാണ്. അവർ നല്ല കാര്യങ്ങളെ പറഞ്ഞു തരുള്ളൂ. പക്ഷെ അത് അവർക്ക് കൊടുക്കണ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ പറ്റില്ല എന്ന് തീർത്ത് പറയുക. പാർട്ട്നേഴ്സായിട്ട് ഒരു ഈഗോ ക്ലാഷ് എന്തായാലും ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കാമായിട്ട് കേൾക്കാൻ മാത്രം ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നല്ല കാര്യം ഇപ്പോഴുണ്ടാവുകയുള്ളൂ. ഒരു പഴയ കണക്ഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് റീകണക്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. കണക്ട് ചെയ്യുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഒരു ബോർഡർ വെക്കുന്നത് നല്ലതാണ്. കാരണം അത് റീകണക്റ്റായി ബോർഡർ വെക്കാണ്ടിരുന്നാൽ ഭാവിയിൽ ഇപ്പോൾ ഉള്ള പാർട്ട്ണർ എന്തായാലും പോയി കിട്ടും. അതുകൊണ്ട് പ്രണയത്തിൽ ഒരു വിശ്വാസം നഷ്ടപ്പെടും. അത് ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ മെല്ലെ സാധിക്കുള്ളൂ. നിങ്ങൾ ഹറിബറി കാണിക്കരുത്. നിങ്ങൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസോമാനിയ,
അതുപോലെ ഓവർ തിങ്കിങ് എല്ലാം ഉണ്ടാവും. അതുപോലെ ലോവർ ലെഗ് പെയിൻ, അലർജി. ഈ അലർജി വരുന്നത് ഫുഡിൽ നിന്നായിരിക്കും, എസ്പെഷ്യലി മീറ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് വരിക. ജൂലൈ മാസത്തിൽ ചതയ നക്ഷത്രക്കാർ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മൗനമായിട്ട് ഫേസ് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ തുറന്നറിയാൻ നിങ്ങൾക്ക് സാധിക്കും.